കൂലി കണ്ടു വന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിവ്യൂ കണ്ടിട്ടും ഈ ഡീകോഡ് ചെയ്തിട്ടൊന്നും ദയവേത് ഈ പടം കാണാൻ പോകരുത്. കാരണം ഡീകോഡ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിരാശയായിരിക്കും. ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങളുടെ അതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ എന്നുള്ള ലെവലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം 100% ഇഷ്ടമാവും. കാരണം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലടക്കം ഭയങ്കര രീതിയിൽ ഈ പടത്തിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും നെഗറ്റീവ് പറയേണ്ടടത്തോളം ഈ പടമില്ല. ദയവേത് വിക്രം പോലെയില്ല, അല്ലെങ്കിൽ ലിയോ പോലെയില്ല, അതല്ല കൈദി പോലെയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ പടങ്ങളിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ തന്നെയായിരിക്കും. ഇത് കൂലി രജനീകാന്തിൻ്റെ തനിയായിട്ടുള്ള ഒരു പടം എന്ന് മാത്രമേ ഉള്ളൂ. എൽസിയിലും പെടില്ല, ഒന്നിനും പെടില്ല. ഇതൊരു സെപ്പറേറ്റ് പടം. ആ രീതിയിൽ നിങ്ങൾ ഈ പടം ഒരു എക്സ്പെക്റ്റേഷനും വെക്കാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. കാരണം ഈ കാണുന്ന പോലെയുള്ള റിവ്യൂകളൊന്നും അല്ല നമ്മൾ നേരിട്ട് പോകുന്ന സമയത്ത്. ഞാനും ആ റിവ്യൂ കണ്ട് പോയതാണ്, പക്ഷേ എൻ്റെ മൈൻഡിൽ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പടം എനിക്ക് വർക്കായി ചോദിച്ചാൽ എനിക്ക് വർക്കായി. അല്ല അങ്ങനെ വലിയ സെറ്റപ്പ് ഉള്ളതല്ല. പടം അത്യാവശ്യം നീറ്റായിട്ട് അവർ എടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കൈകാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രത്തോളം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഈ പടത്തിന് പറഞ്ഞു വരുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ദയവേത് ആ പടത്തിനെ പോലെയില്ല ഇത്, ഈ പടത്തിനെ പോലെ ഇല്ല ഇത്, അങ്ങനെയില്ല എങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ ദയവേത് ഈ പടത്തിന് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും.